ചെറിയ കഷ്ണം വിറകും ചുള്ളിയും ഒക്കെ തീർന്നായിരുന്നേ. ഇനിയുള്ളത് ഇതുപോലുള്ള തടിമാടൻ വിറകുകളാണേ ഉള്ളത്. അതാണെങ്കിൽ എന്നെ കൊണ്ട് കീറാനും പറ്റത്തില്ലേ. അങ്ങനെ സുനിയന്റെ കാലും കൈയൊക്കെ പിടിച്ച് വല്ല വിധവും കീറി. ഞാൻ കൂടുതലും വിറകടുപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും വിറക് വേണം കേട്ടോ. ഈ കീറി എൻ്റെ പകുതി ഭാഗം മാത്രമേ കീറി തന്നിട്ടുള്ളേ, ബാക്കി കീറി തരത്തില്ല കേട്ടോ. മൊത്തവും കീറി തരാൻ പറഞ്ഞപ്പോൾ പറയുകയാണ് ഇന്നത്തേക്കുള്ളത് മാത്രമേ കീറി തരൂ, വിറക് കണ്ടാൽ നിനക്ക് പ്രാന്താണ്, ഇത് തീരുമ്പം കീറി തരാമെന്ന്. പറയുന്ന കേട്ടാ തോന്നുന്നു ഞാൻ ഈ വിറകാണ് ഇവിടെ തിന്നുന്നതെന്ന്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും സുനിയന്റെ കാല് പിടിക്കണമെന്ന് സാരം. 3 മണിയായപ്പോഴത്തേക്കും എവിടെന്നാ എന്തോ 2 പേര് വന്നിട്ട് ചേച്ചി ഞങ്ങൾക്ക് ഇച്ചിരി ചോറ് താ ചേച്ചി എന്നും പറഞ്ഞ് വന്നിരിക്കുവാണേ. അങ്ങനെ അതേ ഞാൻ ചോറൊക്കെ ഇട്ട് കൊടുത്ത്. യവൻ ഇതിൽ കല്ലും മണ്ണും അല്ല പറക്കുന്നത്, ഇന്ന് മുള്ളുവാളയാണേ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അത് തൊണ്ടേ കുരുങ്ങണ്ടാലോ എന്നും പറഞ്ഞ് അതിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയെടുത്ത് കഴിക്കുവാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണേ, ഇത് വേറെ ആരും അല്ലേ, ഞങ്ങളുടെ അനിയന്മാരാണേ. താഴെ അമ്പലത്തിൽ 41 വിളക്കിനോടനുബന്ധിച്ച് അമ്പല പരിസരം വൃത്തിയാക്കാനും ചെത്തിപ്പറയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ദേ 3 കൂടി വന്നിരുന്ന് ഒറ്റ പ്ലേറ്റിലിരുന്ന് ആഹാരം കഴിക്കുക. വൈകുന്നേരം ആയപ്പോൾ ഷീറ്റുവരയുടെ അപ്പുറത്ത് പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ കാർത്തികയ്ക്ക് വയ്ക്കാൻ വേണ്ടി ഇട്ടിരുന്ന ചെറുവള്ളിയും ചേമ്പും തിന്നാനായിട്ട് ഇന്നലെ രാത്രി ആരൊക്കെയോ ഇറങ്ങിയെന്ന്. ഇന്നും കൂടി അവിടെ ഇട്ടിരുന്നാൽ ബാക്കിയുടെ അവർ കഴിച്ചുകൊണ്ട് പോകുമെന്നുള്ളത് ഉറപ്പായത് കൊണ്ട് ഞങ്ങൾ അങ്ങ് വെട്ടിയിരിക്കുവാണേ. ദേ ഇത് കണ്ടാൽ മുള്ളംപന്നീര മാതിരി ഇല്ലേ, ഇതിൽ കിഴങ്ങൊന്നും ഇല്ലായിരുന്നേ. ദേ എല്ലാം കൂടി ദേ ഇത്ര കിഴങ്ങാണേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.